രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലൂടെ ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പങ്കിടുവാൻ കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവ് തൻ്റെ ചെറുപ്രായത്തിൽ രാജഭരണം ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ്. എൻ്റെ ഒന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ രാജാവായ ഏലയുടെ മകനായ ഹോശയ്യായുടെ 3-ാം ആണ്ടിൽ യഹൂദ രാജാവായ ആഗാസിൻ്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. അപ്പോൾ ഹിസ്കിയാവിൻ്റെ പിതാവിൻ്റെ പേര് ആഹാസ് എന്ന് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. നന്നേ ചെറുപ്രായത്തിൽ, യൗവനപ്രായത്തിൽ ഒരു രാജ്യത്തെ മുഴുവനും അടക്കി ഭരിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ഹിസ്കിയാവ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവന് മുൻപ് അനേക രാജാക്കന്മാർ ഭരണം നടത്തിയിട്ടുണ്ട്. ദൈവഹിതപ്രകാരം ഭരണം നടത്തിയ രാജാക്കന്മാർ, ദൈവഹിതത്തിന് വിരുദ്ധമായി ഭരണം നടത്തിയ രാജാക്കന്മാരെക്കുറിച്ചും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഹിസ്കിയാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് നമുക്കിപ്രകാരം കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 3-ാമത്തെ വാക്യം, അവൻ തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത ഒരു രാജാവാണ് ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവ്. അതിന് ഹിസ്കിയാവ് മാതൃകയാക്കിയത് തന്നെ ജനിപ്പിച്ച തൻ്റെ പിതാവായിരിക്കുന്ന ആഹാസിനെയല്ല, ദാവീദ് എന്ന തൻ്റെ പിതാവിനെ അവൻ മാതൃകയാക്കി. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതത്തിന് ഉടമയായി ജീവിതത്തെ വേർതിരിച്ച മനുഷ്യൻ. ദാവീദിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 13:22 വെളിപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് ബോധിച്ച പുരുഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാവീദ് പ്രസാദമുള്ളത് ചെയ്തു എന്ന് 1 രാജാക്കന്മാർ 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ദാവീദിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ദാവീദും ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിച്ച മനുഷ്യൻ, ദൈവത്തിന് ബോധിച്ച പുരുഷനായിരുന്നു ദാവീദ്. ആ ദാവീദിനെ മാതൃകയാക്കി ജീവിപ്പാൻ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു രാജാവായിരുന്നു ഹിസ്കിയാവ് എന്ന് കാണുവാൻ കഴിയും. റോമാലേഖനം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ജഡപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. അവൻ ജഡീകമായി ചിന്തിക്കുന്നു, ആഗ്രഹിക്കുന്നു, അത് പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ഒരു ആത്മീകനെങ്കിൽ, ആത്മീകനായി ജീവിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിപ്പാൻ കഴിയും എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആദാമിനും ഹവ്വയ്ക്കും ജനിച്ച ഖയീനും ഹാബീലും രണ്ടുപേരും വ്യത്യസ്തമായ ജോലിയിൽ ഏർപ്പെട്ടവരായിരുന്നു. യഹോവയുടെ സന്നിധിയിൽ യാഗമർപ്പിക്കുവാൻ രണ്ടുപേരും കടന്നു വന്നു. രണ്ടുപേരും യാഗമർപ്പിച്ചു. എന്നാൽ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത് ഖയീനിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. ഹാബേലിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. ഹാബേൽ അർപ്പിച്ചതിൽ ദൈവം പ്രസാദിച്ചതിൻ്റെ പിന്നിലെ രഹസ്യം അവനിൽ ഒരു പ്രസാദമുണ്ടായിരുന്നു.
അവൻ്റെ ജീവിതം ദൈവത്തിന് ബോധിച്ച ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് അവനിലും അവൻ അർപ്പിച്ച യാഗത്തിലും ദൈവം പ്രസാദിച്ചു. ദൈവം നമ്മളിലൂടെ പുറപ്പെടുന്നതിൽ പ്രസാദിക്കണമെങ്കിൽ നീ ഒരു ആത്മീയനെന്ന നീ വിചാരിക്കുന്നു, നീ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആലയത്തിൽ പോകുന്ന ആത്മീയ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നു, ലോക മനുഷ്യൻ അതിൽ പ്രസാദിക്കുന്നു, പ്രശംസിക്കുന്നു, നല്ല വാക്കുകൾ പറയും. എന്നാൽ ദൈവം നിന്നിലൂടെ പുറപ്പെടുന്നതിൽ പ്രസാദിക്കണമെങ്കിൽ ആദ്യം നിന്നിൽ പ്രസാദിക്കണം. നിന്റെ ജീവിതത്തിൻ്റെ അകവും പുറവും ഒരുപോലെ കാണുന്ന ഒരുവനേ ഉള്ളൂ. അത് സർവശക്തനായിരിക്കുന്ന ദൈവമത്ര. ആ ദൈവത്തിന് നിന്നിൽ പ്രസാദമുണ്ടായാൽ നിന്നിൽ നിന്ന് പുറപ്പെടുന്നതിലും ദൈവം പ്രസാദിക്കും. ലോകത്തിലെ ഒരു മനുഷ്യനും നിന്നോട് താല്പര്യം കാണിച്ചില്ലെങ്കിലും നിന്നിൽ നിന്ന് പുറപ്പെടുന്നതിൽ പ്രസാദമില്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിലും ദൈവത്തിന് നിന്നിൽ നിന്ന് പുറപ്പെടുന്നതിലും പ്രസാദമുണ്ടെങ്കിൽ ദൈവവേദനയിലെ അത് ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. ഇവിടെ ഹിസ്കിയാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ ലോക ജീവിതം എത്ര കാലഘട്ടമെന്ന് നമുക്കറിയത്തില്ല. സകലത്തിൻ്റെ ഉടയവനായ കർത്താവിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിപ്പാൻ കർത്താവേ നീ എന്നെ സഹായിക്കണമേ. എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ നിരൂപണത്തിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ കൊടുക്കൽ വാങ്ങലുകളിൽ ദൈവം പ്രസാദിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ, എൻ്റെ വിശുദ്ധ ജീവിതത്തിൽ, വിശ്വസ്തയോടെയുള്ള ജീവിതത്തിൽ, കർത്താവുമായിട്ടുള്ള ആഴമായ സ്നേഹബന്ധത്തിൽ, ലോകത്തിൽ പാർക്കുമ്പോൾ മറ്റുള്ളവരുടെ ബന്ധത്തിൽ എൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കും? കർത്താവ് പ്രസാദിക്കുന്ന ഒരു ജീവിതമാണ്. അങ്ങനെയുള്ള ഒരു ജീവിതമാണെങ്കിൽ ആ ജീവിതം എന്ന് പറയുന്നത് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ ഒരു ജീവിതമാണ്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്തെല്ലാമാണ് ഹിസ്കിയാവ് ചെയ്തത്? 4-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ പൂജാഗിരികളെ നീക്കി, വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു, അശേരപ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു, മോശെ ഉണ്ടാക്കിയ താമര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഹിസ്കിയാവ് ചെയ്തത് ചിലതിനെ നീക്കണം, ചിലതിനെ വെട്ടിക്കളയണം, ചിലതിനെ തുടച്ചു മാറ്റണം. ദൈവഹിതമല്ലാത്ത, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന മറ്റു പലതിനും കൊടുത്തുകൊണ്ട് ആരാധിക്കുന്ന ആരാധന രീതികൾ ആ കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒരു മാറ്റം വരുത്തി. അത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതുമാത്രമല്ല, ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത് മോശ മരുഭൂമിയിൽ ഉയർത്തിയ താമര സർപ്പത്തെയും ഹിസ്കിയാവ് എന്ത് ചെയ്തു? അവൻ ഉടച്ചു കളഞ്ഞു, അതിനെയും തകർത്തു കളഞ്ഞു. അപ്പോൾ ഓർത്തു നോക്കണം, ആ കാലഘട്ടം വരെയും അതിനെയും ആരാധിച്ചിരുന്ന, നമസ്കരിച്ചിരുന്ന, വഴിപാടുകൾ അർപ്പിച്ചിരുന്ന ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. കൂടുതൽ പഠിച്ചാൽ ദാവീദിന്റെ കാലഘട്ടത്തിലും ഇതുണ്ടായിരുന്നു. എന്നാൽ ഹിസ്കിയാവിന്റെ കാലഘട്ടം വന്നപ്പോൾ ഒരു വ്യത്യസ്തത നമുക്ക് കാണുവാൻ കഴിയും. ദൈവം പൂർണ്ണമായി പ്രസാദിക്കണമെങ്കിൽ ഇതും ഇവിടെ നിൽക്കാൻ പാടില്ല. ദാവീദിന്റെ കാലഘട്ടത്തിൽ താമ്ര സർപ്പത്തെ ഉയർത്തിയത് ദൈവ പദ്ധതി പ്രകാരം ജനത്തിനൊരു അനുഗ്രഹമായിരുന്നു. എന്നാൽ കാലപ്പഴക്കം കൊണ്ട് അതൊരു ആരാധ്യ വസ്തുവായി മാറിക്കഴിഞ്ഞപ്പോൾ ഹിസ്കിയാവിന് മനസ്സിലായി, ദൈവം പൂർണ്ണ രൂപത്തിൽ പ്രസാദിക്കണമെങ്കിൽ ഇതും ഇവിടെ നിൽക്കാൻ പാടില്ല, അതിനെയും നീക്കം ചെയ്യണം. അപ്പോൾ ചില പാരമ്പര്യ ശക്തികൾ ദൈവവിരുദ്ധമായത് നമ്മളിൽ കാലപ്പഴക്കം കൊണ്ട് പിതാക്കന്മാർ അതിനെ
വിലയായി കണ്ടുകൊണ്ട് ആരാധിക്കുന്ന രീതികൾ ഉണ്ടെങ്കിൽ, ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യമാണെങ്കിൽ, കർത്താവിൽ നിന്ന് ലഭിച്ച വെളിച്ചം ദൈവവേദന നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഹിസ്കിയാവിനെ പോലെ അതിനെ നീക്കിക്കളയണം. ദൈവം പ്രസാദിക്കുവാൻ തടസ്സമായിട്ട് ദൈവഹിതമല്ലാത്തത് പിതാക്കന്മാർ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അത് എത്ര വലിയ പാരമ്പര്യ ശക്തിയാണെങ്കിലും അതിനെ നീക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഉടച്ചു കളഞ്ഞു എന്നാണ്. അങ്ങനെ നീക്കം ചെയ്യുന്നുവെങ്കിൽ അത് ജീവിതത്തിൽ അനുഗ്രഹം, ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്. അത് മാത്രമല്ല, 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവൻ ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവയിൽ ആശ്രയിച്ചു. ദൈവത്തിൽ ആശ്രയിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ എന്ന് പാടുക മാത്രമല്ല, കർത്താവിലുള്ള ആശ്രയം ദൈവവൈതലെ നീ വിട്ടുകളയരുത്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ കാലഘട്ടങ്ങളിൽ നിന്റെ ആശ്രയം ആരില്ല? മനുഷ്യനിലാണോ? പ്രഭുക്കന്മാരിലാണോ? ലോക നേതാക്കന്മാരിലാണോ? അതോ ലോകത്തെ മുഴുവനും ഉച്ചാരണം കൊണ്ട് ഉരുവാക്കിയ ഉന്നതനായ ദൈവത്തിലാണോ നിന്റെ ആശ്രയം? ആ കർത്താവിലാണ് നിന്റെ ആശ്രയമെങ്കിൽ അവിടെ നിനക്ക് ആശ്രയമുണ്ട്. ലോക മനുഷ്യന്റെ അടുക്കലേക്ക് ആശ്രയത്തിന് വേണ്ടി അടുത്തു ചെല്ലുമ്പോൾ ആശ്രയം തരുമെന്ന് വിചാരിക്കുന്ന ലോക മനുഷ്യൻ ആശ്രയം തരാതെ ആട്ടിക്കളയുമ്പോൾ നിനക്ക് ആശ്രയം തരുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൽ നീ ആശ്രയിക്കണം. ആ കർത്താവിൽ ശരണപ്പെടണം. അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല, മറക്കുന്ന ദൈവമല്ല. ഹിസ്കിയാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവയിൽ ആശ്രയിച്ചു. ആശ്രയിപ്പാൻ കൊള്ളാകുന്നവനായ ദൈവത്തിൽ ആശ്രയിച്ച ഭക്തൻ. ഇന്ന് നമ്മുടെ ആശ്രയം ആരിലാണ്? നമ്മുടെ കർത്താവിലാണ്. അതോ സഭാ നേതാക്കന്മാരിലാണോ? ലോകമനുഷ്യനിലാണ്? ഈ ലോകത്തിലെ അല്പകാലത്തേക്ക് നിലനിൽക്കുന്ന മറ്റു പലതിലും നമ്മൾ ആശ്രയിച്ചിരിക്കുക. അതൊന്നും നമ്മളെ നിത്യരക്ഷയിലേക്ക് കൊണ്ടുപോകത്തില്ല. നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെ എത്തിച്ചേർക്കത്തില്ല. ആശ്രയിപ്പാൻ ഒരിടമുണ്ട്. അത് ക്രിസ്തു എന്ന ഇടമാണ്. ഏത് രാത്രിയിൽ, ഏത് പകലിലും, ഏത് സമയത്തും, ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും നിനക്ക് ആശ്രയിപ്പാൻ ഒരിടമുണ്ട്. അത് യേശു എന്ന ഇടമാണ്. ഹിസ്കിയ രാജാവ് ദൈവത്തിൽ ആശ്രയിച്ചു. അത് മാത്രമല്ല, എൻ്റെ 6-ാമത്തെ വാക്യത്തിൽ അവൻ യഹോവയോട് ചേർന്ന് ഇരുന്നു. ആരോട് ചേർന്നിരുന്നു? സകലത്തിൻ്റെ മേലും അധികാരമുള്ള, ഭൂമിയെയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളത്. ഇപ്പോൾ സകലത്തിൻ്റെയും അല്ലെങ്കിൽ സകലത്തിൻ്റെ മേലും അധികാരമുള്ള ദൈവത്തോട് ചേർന്നിരുന്നു ഹിസ്കിയാവ്. അപ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നമ്മൾ പലപ്പോഴും ലോകമനുഷ്യനോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുക. ലോകത്തിൽ പേരും പ്രശസ്തിയുമുള്ള ആളുകളോട് ചേർന്നിരിക്കാൻ ലോകമനുഷ്യൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കർത്താവിനോട് ചേർന്നിരിപ്പാൻ, ആ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ, ആ കർത്താവിൽ വസിക്കുവാൻ നാം എത്രമാത്രം കൊതിക്കുന്നു, എത്രമാത്രം ആഗ്രഹിക്കുന്നു. ഹിസ്കിയാവ് ദൈവത്തോട് ചേർന്നിരുന്നു. യോശുവയുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ കാലേബ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ യഹോവയോട് പറ്റി ചേർന്നു എന്നാണ്.
അങ്ങനെയുള്ളവന് വാർദ്ധക്യത്തിലെ ദൈവം ബലം പകരും. മല്ലന്മാർ പാർക്കുന്ന ദേശത്തെ മല്ലന്മാരെ കീഴടക്കി കൈവശമാക്കുവാൻ തക്കവണ്ണം കാലേബിന് കഴിഞ്ഞതിൻ്റെ പിന്നിലെ രഹസ്യം അവൻ യഹോവയോട് പറ്റിച്ചേർന്നു. ഹിസ്കിയാവ് ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നു. ഇന്ന് നീ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന അനുഭവമാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് നിന്നെ ആ നിത്യഭവനത്തിൽ, സ്വർഗീയ ഭവനത്തിൽ അവൻ ഇരിക്കുന്നവൻ്റെ സിംഹാസനത്തിൽ ചേർത്തിരുത്തുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് നമുക്ക് അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ലോകം നൽകാതിരിക്കുമ്പോഴും നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. ലോകം നിന്നെ അംഗീകരിക്കത്തില്ല. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ദൈവം ഇതിലാണെങ്കിൽ ലോകം അംഗീകരിച്ചെന്ന് വരത്തില്ല. പക്ഷെ അംഗീകരിക്കുന്ന ഒരു കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അംഗീകരിക്കാത്തവർ തള്ളിക്കളയുമ്പോൾ നിന്നെ അംഗീകരിക്കുന്ന യേശു നിന്നെ അവനോട് ചേർത്തിരുത്തും. ആമേൻ. ആ കർത്താവെന്ന് ജീവിക്കുന്നു. അത് മാത്രമല്ല, 6-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം, അവനെ വിട്ട് പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നു. ദൈവത്തിന് പ്രസാദമുള്ള കാര്യം ദൈവകൽപ്പനകളെ പ്രമാണിക്കുക, ദൈവകൽപ്പനകളെ അനുസരിക്കുക. ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന പ്രമാണങ്ങൾ, കൽപ്പനകൾ, അനുസരിക്കേണ്ട കാര്യങ്ങൾ അനുസരിപ്പാൻ ജീവിതത്തെ വിട്ടുകൊടുത്താൽ അതൊരു അനുഗ്രഹമാണ്. നീ ഇന്നത് ചെയ്യണമെന്ന് ക്രിസ്തു വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യണം. നിന്നെപ്പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കണം, സേവിക്കണം. അതങ്ങനെ തന്നെ ചെയ്താൽ ജീവിതത്തിൽ അത് നന്മയാണ്. കർത്താവിൻ്റെ വചനം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതനുസരിപ്പാൻ കഴിയുന്നുവെങ്കിൽ അത് നിന്നെ മാനിച്ചുയർത്തുന്നതാണ്. അത് നന്മയാണ്, അനുഗ്രഹമാണ്, അലങ്കാരമാണ്. ഹിസ്കിയാവിനെ ഗുരു പറഞ്ഞിരിക്കുന്നത് ദൈവകൽപ്പനകളെ പ്രമാണിച്ചു നടന്നു. ഈ ഹിസ്കിയാവിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിച്ച് ഈ മനുഷ്യന് പ്രതികൂലങ്ങൾ കടന്നു വരാതിരുന്നില്ല. പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. അശൂർ വലിയൊരു സൈന്യമായിട്ട് ഹിസ്കിയാവിൻ്റെ കാലഘട്ടത്തിൽ ഹിസ്കിയാവിനെയും ജനത്തെയും തകർക്കുവാൻ പാളയമിറങ്ങി. വെട്ടിക്കിളി കണക്കെ എണ്ണുവാൻ കഴിയത്തില്ല. അംഗബലത്തെ, ആയുധബലത്തെ നോക്കി. പക്ഷെ ഇതുമായിട്ട് ചെന്നാൽ അവരുടെ മുമ്പിൽ പരാജയപ്പെട്ടു പോകുമെന്ന വ്യക്തമായിരിക്കുന്ന തിരിച്ചറിവ് ഹിസ്കിയ രാജാവിനുണ്ടായിരുന്നു. അന്ന് പ്രവചന ശുശ്രൂഷ നടത്തിക്കൊണ്ടെന്ന യെശയ്യാ പ്രവാചകൻ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? പ്രാർത്ഥനയെന്ന ആയുധമെടുത്തു പോരാടി. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പോലും അറിയാതെ ദൈവം കൽപ്പിച്ച ഒരു ദൂതൻ അശൂർ പാളയത്തിലേക്ക് ഇറങ്ങി. പിറ്റേ ദിവസം അശൂർ പാളയത്തിൽ വന്ന് നോക്കിയ ഹിസ്കിയാവ് കണ്ട കാഴ്ചയെന്ന് പറയുന്നത് 1,85,000 ആളുകൾ കൊല്ലപ്പെട്ട് കിടക്കുക. അപ്പോൾ ദൈവപ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുന്ന തൻ്റെ പൈതലിൻ്റെ പ്രാർത്ഥനയുടെ മുറിയിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു ശക്തിക്കും തടയുവാൻ കഴിയത്തില്ല. അത് സീലിംഗിൽ ഇടിച്ച് താഴേക്ക് പതിക്കുകയല്ല, ആകാശമണ്ഡലങ്ങളെയും നക്ഷത്ര ഗോളങ്ങളെയും ഭേദിച്ചുകൊണ്ട് 3-ാം സ്വർഗത്തിൽ അധിവസിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കൽ എത്തുകയും എത്തി ഉടനെ അതിന് തക്ക മറുപടിയും സ്വർഗത്തിലെ ദൈവമിറക്കും. ഇപ്പോൾ പ്രാർത്ഥനയിലൂടെ സ്വർഗീയ ദൂതനെ ഇറക്കി വൻ സൈന്യത്തിൻ്റെ നടുവിൽ ജയം പിടിച്ചടക്കിയ ഒരു ഭക്തനായ രാജാവ് ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ മരിക്കത്തക്ക രോഗം പിടിപെട്ട ഇതേ ഹിസ്കിയ മുഖം ചുമരിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കേട്ട ദൈവം അവൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂടെ നീട്ടിക്കൊടുത്തു. ദൈവപ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന മരണകരമായ അവസ്ഥകൾക്കും മാറ്റം വരുത്തുവാൻ അവൻ സേവിക്കുന്ന ദൈവത്തിന് കഴിയും.
ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിച്ച മനുഷ്യൻ. നീക്കേണ്ടതിനെ നീക്കി, വെട്ടേണ്ടതിനെ വെട്ടി, തുടച്ചു മാറ്റേണ്ടതിനെ തുടച്ചു മാറ്റി, തച്ചുടയ്ക്കേണ്ടതിനെ തച്ചുടച്ചു. യഹോവയിൽ ആശ്രയിച്ചു, ദൈവത്തോട് പറ്റി ചേർന്നിരുന്നു, ദൈവ പ്രമാണങ്ങളെ പ്രമാണിച്ചു ജീവിച്ചു. അങ്ങനെയുള്ള മനുഷ്യൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം എങ്ങനെയായിരുന്നു? 7-ാമത്തെ വാക്യം, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം മുൻപോട്ട് നയിച്ചാൽ ദൈവ പൈതലെ, നിന്നോട് കൂടെ ലോകത്തിലെ ഒരു മനുഷ്യനുമില്ലെങ്കിലും ദൈവം നിന്നോട് കൂടെയുണ്ട്. ദാവീദിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന യഹോവ അവനോട് കൂടെയുണ്ട്. ഹിസ്കിയാവിനോട് കൂടെ ദൈവ സാന്നിധ്യമുണ്ടായിരുന്നു. അവൻ ചെന്നിടത്തൊക്കെയും കൃതാർത്ഥനായി വന്നു. അവൻ പോയ മേഖലയിലൊന്നും നിരാശപ്പെടേണ്ടി വന്നില്ല. കർത്താവിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലാണ്. നീ ചെന്ന് ചേരുന്ന മേഖലയിലെല്ലാം നീ കൃതാർത്ഥനായിരിക്കും, നിരാശപ്പെടേണ്ടി വരത്തില്ല. കാരണം കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അത് മാത്രമല്ല, അവൻ അശ്ശൂർ രാജാവിനോട് മത്സരിച്ച് അവനെ സേവിക്കാതിരുന്നു. ശത്രുവിനെ സേവിക്കുവാൻ പല രാജാക്കന്മാരും തങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുത്തപ്പോൾ ഹിസ്കിയാവെന്ന് പറയുന്ന രാജാവ് ശത്രുവിനെ സേവിക്കുവാൻ തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തില്ല. അവൻ്റെ മേൽ ജയത്തിൻ്റെ കൊടി ഉയർത്തി. പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ചൂടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുന്ന ദൈവവൈതലെ, പിശാചിന് നിന്നെ വിഴുങ്ങുവാൻ കഴിയത്തില്ല. കാരണം നീ അവനെ സേവിക്കുന്നവനല്ല, പിശാചിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുന്നവനല്ല. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ദൈവ പൈതൽ. അവന് വേണ്ടി വില തന്ന ഒരു കർത്താവുണ്ട്. കാൽവറിയിൽ ജീവനെ വെച്ചു തന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന് പ്രസാദമുള്ള ജീവിതം നയിക്കുന്ന ദൈവ പൈതല് പിശാചിൻ്റെ കരത്തിൽ ഒരു ഇണങ്ങിയ ആയുധമല്ല, പിശാചിൻ്റെ തലയെ തകർത്ത കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കരത്തിൽ ഒരു ഇണങ്ങിയ ആയുധമായി പിശാചിനെ സേവിക്കാതെ കർത്താവിനെ സേവിക്കുന്ന ഒരു ദൈവ പൈതലായി ഈ ലോകത്തിൽ ജീവിതം മുൻപോട്ട് നയിക്കും. ഈ കാലഘട്ടങ്ങളിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിച്ച് ജീവിതം മുൻപോട്ട് നയിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ. ആമേൻ.